ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എനിക്കൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ചേട്ടനും ആമിയും രാവിലെ 6 മണിയായപ്പോൾ പോയി. ഇപ്പോൾ ഇവിടെ ഒരു ഏകദേശം 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അവർ വരുന്ന സമയത്തൊക്കെ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് ഞാൻ ഇന്നലെ നടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വെജിറ്റബിൾ പുലാവും ചിക്കൻ കറിയാണ്. എനിക്ക് നോർമലി ചോറും കറിയും വെക്കുന്നതിനേക്കായി കുറച്ചുകൂടി ഈസി ബിരിയാണിയോ പുലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വെജിറ്റബിൾ പുലാവ്, അതെനിക്ക് തോന്നുന്ന കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം ഞാനിപ്പോൾ ചിക്കൻ കഴിക്കാറില്ല. അപ്പോൾ എനിക്കൊരു അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെജിറ്റബിൾ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. പുലാവിലേക്ക് ചേർക്കാനായിട്ട് ക്യാരറ്റ്, കിഴങ്ങ്, കോളിഫ്ലവർ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒന്ന് കോളിഫ്ലവർ തിളപ്പിച്ചെടുക്കണേ. കാരണം അതിനകത്ത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കോളിഫ്ലവർ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തീരെ ചെറുതായിട്ടല്ല, കുറച്ച് വലുതായിട്ട് തന്നെ. അപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നമുക്ക് ചെറിയ പീസാക്കേണ്ട, അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയിൽ പുലാവ് ചെയ്താൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വഴുന ഇതെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ക്യാരറ്റിന് കുറച്ച് വേവുണ്ടല്ലോ, അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. ഇനി ബാക്കി അത് റൈസിൻ്റെ കൂട്ടത്തിൽ കിടന്ന് വെന്തോളും. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അതുകൂടി ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവറിന് അധികം വേവൊന്നുമില്ല, കാരണം ഇത് ഹാഫ് ബോയിലായിട്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടെടുത്തപ്പോഴത്തേക്കും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ ചേരുമ്പോഴത്തേക്ക് ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പുളിയും എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ കറിയൊന്നും വേണമെന്നില്ല ഇത് കഴിക്കാൻ. കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ നമ്മുടെ തൈരൊക്കെ ചേർത്ത് അതൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്കും അരി എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഡബിൾ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഇവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഞാൻ നേരത്തെ കുതിരാനായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം അതൊരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന അരി കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഞാൻ ഉപ്പൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി വേണമായിരുന്നു. കാരണം നമ്മൾ ആദ്യം ക്യാരറ്റിനും പൊട്ടറ്റോയ്ക്കും ആവശ്യമുള്ള ഉപ്പ് മാത്രമല്ല ഇട്ട് കൊടുത്തത്. അപ്പോൾ ചോറിനും കൂടെ ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർത്തിട്ട് വേണം ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റും കിഴങ്ങും വേവാൻ വേണ്ടിയിട്ട് വെച്ച സമയത്ത് ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം റെഡിയാക്കിയിരുന്നു. കാരണം നമ്മുടെ സമയം പോകരുതല്ലോ. ഇനി അത് റെഡി ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് സമയം എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വേവുന്ന സമയത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ചിക്കൻ കറിയും കൂടെ റെഡിയാക്കി എടുക്കാമല്ലോ. നമ്മുടെ റൈസ് വേവാനായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചിക്കൻ കറിക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വഴറ്റുന്നുണ്ട്. ഇപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് കറിയെല്ലാം റെഡി ആവില്ല. പെട്ടെന്ന് ജോലിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള മസാലകളാണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക്, കുരുമുളക് പൊടി. ഗരം മസാല പൊടിച്ചത് പിന്നെ ഞാൻ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. കറിയെല്ലാം റെഡി ആയതിനു ശേഷം മാത്രമേ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാവേ. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ ഇരുന്നാണ് കറി വെക്കുന്നത്. അതപ്പോൾ ഇത് ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. കാരണം ഞാൻ ഇടയ്ക്ക് മന്തി വല്ലതും ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ നമുക്കിതൊരു കറിയാക്കുന്നത് കൊണ്ട് ഞാനിത് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഇവർക്ക് 2 പേർക്കും സുരേഷേട്ടനും ആമിക്കും നന്നായിട്ട് കറിക്കെല്ലാം ചാറ് വേണം, ഗ്രേവി നന്നായിട്ട് വേണം. അതുകൊണ്ട് ഞാൻ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ചിക്കൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റായി വേവാൻ വെക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കണ്ട കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ റൈസൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. നല്ലൊരു എരിവും പുളിയും വെജിറ്റബിൾസൊക്കെ ഇനിയിപ്പോൾ എടുത്ത് മാറ്റി വെച്ചാലും അതിൻ്റെ എല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ, റൈസിലൊക്കെ ചേർന്നിട്ടുണ്ടല്ലോ, അപ്പോൾ കഴിച്ചോളും. എനിക്കാണെങ്കിൽ ഈ റൈസിൻ്റെ അകത്തെ ഈ കോളിഫ്ലവർ ഉണ്ടല്ലോ ഇങ്ങനെ കുക്കായിരിക്കുന്നത്, അത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും കൂട്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ തൈരൊക്കെ ചേർത്തുകൊണ്ടും എല്ലാ കാര്യങ്ങളും ചേർന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസും കൂടിയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് തന്നെ വെച്ചേക്കാം, വിളമ്പാൻ നേരത്ത് മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി എനിക്ക് അടുക്കളയിലുള്ളത് ഒരു സലാഡ് ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കണം. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ കറി വെന്ത് റെഡിയായിട്ട് കിട്ടും. ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ റൈസിന് വേണ്ടിയിട്ട് ഒരു സലാഡ് കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ ലെറ്റൂസൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസത്തേക്കൊന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ വെറുതെ അത് കളയണ്ടെന്ന് കരുതി ഞാനോർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സലാഡ് കൂടി ആക്കി തീർക്കാമെന്ന് ഓർത്തു. അതിൻ്റെ കൂട്ടത്തിൽ 2-3 പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കുക്കിങ് ഉച്ചക്കത്തേത് നമ്മുടെ ഇത് കഴിഞ്ഞു. കഴുകി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പപ്പടവും കൂടെ അങ്ങ് വറുത്ത് വെച്ചു. സലാഡ് ഞാനോർത്ത് പച്ചക്കറി എല്ലാം എടുത്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്തൊന്ന് നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാനവിടെ കഴുകി വൃത്തിയൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയൊക്കെ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി. നമ്മൾ ഫുഡ് കഴിക്കാനായപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ സലാഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ചോപ്പറിലിട്ടൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോയല്ലേ. ഞാനാണെങ്കിൽ ഫുൾ വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇത്രയായപ്പോഴത്തന്നെ ഓൺ വോയിസ് കൊടുത്ത് ചെയ്തപ്പോഴത്തേക്കും ലോങ് വീഡിയോ ആയിപ്പോയി. അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഉച്ചവരത്തേക്കുള്ളത് മാത്രമായിട്ടും പിന്നെ ബാക്കി പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ലഞ്ച് വിളമ്പാറായ സമയത്ത് നമ്മൾ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ആമിക്കാണെങ്കിൽ ബസ്മതി റൈസ് വെച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്ത് കൊടുത്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പം ഇന്നത്തെ ഫുഡ് കാണുമ്പോഴത്തേക്കും. എനിക്ക് പിന്നെ കുറച്ചുകൂടി കുക്കിംഗ് ഈസി ആവുകയും ചെയ്യും. അപ്പോൾ പുറത്തൊക്കെ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.